ക്രിസ്മസ് എക്സാമിന് ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇറ്റ്സ് ടൈം നേരമായി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോവാം. യെസ്, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സൈറ്റ് സീയിങ് ട്രിപ്പ് സ്റ്റാർട്ടഡ് അറ്റ് 5:30 in the morning from Niti's school. After visiting several places, they came back at 5:30 in the evening. How much time did the trip take? അതായത് നിധിയുടെ സ്കൂളിൽ നിന്ന് രാവിലെ അവരെങ്ങോട്ടാ പോയത്? വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ട്. രാവിലെ 5:30 5:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത്. അപ്പോൾ ബസ് എന്ത് ചെയ്തു? ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് വൈകിട്ട് 5:30 സ്കൂളിൽ തിരിച്ചെത്തി. അപ്പോൾ യാത്രയ്ക്കെടുത്ത സമയം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിധിയുടെ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് ടൂർ പോവുകയാണ്. എത്ര മണിക്ക് പോയിട്ടുണ്ട്? അവർ പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ 5:30. അവർ തിരിച്ചെത്തുന്നത് എപ്പോഴാണ്? കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് വൈകിട്ട് 5:30 അവർ തിരിച്ചെത്തുന്നത്. അപ്പോൾ അവർ യാത്രയ്ക്കെടുത്ത സമയമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. അപ്പോൾ രാവിലെ എത്ര മണിക്ക് പോയിട്ടുണ്ട്? 5:30 പോയിട്ടുണ്ട് രാവിലെ. 5:30. പിന്നെ അതിനുശേഷം എന്തുണ്ട് മക്കളെ? 5:30 കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അത് 6:30 ആവുമല്ലോ. 6:30 ആകും, പിന്നെ 7:30 ആകും, പിന്നെ 8:30 ആകും, പിന്നെ 9:30 ആകും, പിന്നെ 10:30 ആകും, 11:30 ആകും, 12:30 ആകും. ഇതൊക്കെ ആകുമ്പോഴേക്കും ഉച്ചയായിട്ടോ. 12:30, പിന്നെ 1:30 കഴിഞ്ഞ് 2:30 ആയി, ഉച്ച കഴിഞ്ഞു. 3:30 ആയിട്ടുണ്ട്, പിന്നെ 4:30 ആയി. അങ്ങനെ വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഇതിനിടയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഒരു യാത്രയ്ക്ക്? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം. രാവിലെ 5:30 മുതൽ 6:30 വരെ 1 മണിക്കൂർ. പിന്നെ അടുത്തത് 7:30 വരെ അടുത്ത 1 മണിക്കൂർ, 8:30 വരെ അടുത്ത 1 മണിക്കൂർ, 9:30 വരെ അടുത്ത 1 മണിക്കൂർ, 10:30 വരെ 1, 11:30 വരെ 1, 12:30 വരെ 1. ഇനി 12:30 തൊട്ടിട്ട് 1:30 വരെ എന്തുണ്ട്? അടുത്ത 1 മണിക്കൂറുണ്ട്. പിന്നെ ഇവിടെ അടുത്ത 1, ഇവിടെ അടുത്ത 1, ഇങ്ങനെ 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 മൊത്തം എത്ര മണിക്കൂറായിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 മണിക്കൂർ, 12 hours എടുത്തിട്ടുണ്ട്. 12 മണിക്കൂറാണ് അവർ യാത്രയ്ക്കെടുത്ത സമയം. മക്കൾ ഇത്രയും ആലോചിച്ചാൽ മതി. രാവിലെ ഒരു സമയം പറയാണ്, അതേ സമയം വൈകിട്ട്, ഓക്കെ, വൈകിട്ട് അതേ സമയത്താണ് തിരിച്ചെത്തുന്നതെങ്കിൽ 12 മണിക്കൂർ എടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രാത്രി 12 മണിയില്ലേ, അർദ്ധരാത്രി 12 മണി തൊട്ടിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് 12 മണി ആവുമെന്ന് പറയില്ലേ? ആ 12 കഴിഞ്ഞ് അടുത്ത 12 വരുമ്പോൾ കറക്റ്റ് എത്ര മണിക്കൂർ ഉണ്ടാവും? 12 മണിക്കൂർ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ 6 മണി, വൈകിട്ട് 6 മണിയാകുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ. ഇനി രാവിലെ 10 മണി, അടുത്ത 10 മണി എപ്പോഴാണ്? രാത്രി 10 മണിയാകുമ്പോഴല്ലേ? അത്രയും സമയം എന്ന് പറയുന്നത് 12 മണിക്കൂർ. അത്രയും കാര്യങ്ങൾ മക്കൾ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ രാവിലെ 5:30 യാത്ര പുറപ്പെട്ടു, വൈകിട്ട് 5:30 തിരിച്ചെത്തി. എത്ര സമയമായിട്ടുണ്ടാവും? 12 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇത് സെറ്റാണെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു മൂവ് ഫ്രം 7 to 3 how much time will the hour hand take? മണിക്കൂർ സൂചി 7 നിന്ന് തുടങ്ങി 3-ലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? നമ്മുടെ മണിക്കൂർ സൂചി എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 7 നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി 3-ലെത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് മണിക്കൂർ സൂചി? ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മക്കളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മുടെ മണിക്കൂർ സൂചി നമ്മുടെ 7 നിന്ന് 8 മാറുമ്പോൾ എത്ര മണിക്കൂറാവും? 7 നിന്ന് 8 എത്തുമ്പോൾ 1 മണിക്കൂർ കിടക്കും. ഓക്കെ, 1 മണിക്കൂർ. ഇനി അടുത്തത് ഇങ്ങോട്ടേക്ക് ആവുമ്പോൾ അടുത്ത 1 മണിക്കൂർ, അടുത്തത് ഇങ്ങോട്ടാവുമ്പോൾ അടുത്ത 1 മണിക്കൂർ. ഇനി 10 നിന്ന് 11 ആവുമ്പോൾ 1 മണിക്കൂർ, 11 നിന്ന് 12 ആവുമ്പോൾ 1 മണിക്കൂർ, 12 നിന്ന് 1 1 മണിക്കൂർ, 1 നിന്ന് 2 അടുത്ത 1 മണിക്കൂർ, 2 നിന്ന് 3 അടുത്ത 1 മണിക്കൂർ. മൊത്തം എത്രയായി മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8 മണിക്കൂർ എടുക്കുന്നുണ്ട്. 8 മണിക്കൂർ. അപ്പോൾ മണിക്കൂർ സൂചിയാണ് പോകുന്നത്. സൂചി ഏതാണെന്നുള്ളത്, നമ്മുടെ ഹാൻഡിൽ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അവർ ഹാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡ് അവർ ഹാൻഡ് ആണ്. അപ്പോൾ നമ്മുടെ അവർ ഹാൻഡും അതേപോലെ സെക്കൻഡ് ഹാൻഡ് ആവാം, അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് ആവാം. ഏതാണ് സൂചി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ആയതുകൊണ്ട് ഓരോ നമ്പർ ഇങ്ങനെ കിടക്കുമ്പോൾ ഓരോ മണിക്കൂറാണ്. അങ്ങനെ ആകെ മൊത്തം എത്ര മണിക്കൂറായിട്ടുണ്ട് മക്കളെ? 8 മണിക്കൂർ, 8 hours ആണ്. ഓക്കെ, 8 മണിക്കൂറാണ് ആ 7 നിന്ന് 3 എത്താൻ എടുത്ത സമയം.
ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, മക്കൾ കൃത്യമായിട്ട് ക്ലോക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ ഒന്ന് പഠിക്കുക. മണിക്കൂർ സൂചീൻ്റെ മൂവ്മെൻറ്റും അതേപോലെ സെക്കൻഡ് സൂചിയും അതേപോലെ മിനിറ്റ് സൂചി എല്ലാം മൂവ് ചെയ്യുന്നത് മക്കൾ എന്ത് ചെയ്യുക, ശരിക്കും ഒബ്സർവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മിസ് നിങ്ങൾക്കൊരു ചോദ്യം തരാം. നമ്മുടെ മണിക്കൂർ സൂചി തന്നെ, മണിക്കൂർ സൂചി 12-ൽ നിന്ന് 3-ലെത്താൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 12-ൽ നിന്ന് 3-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.